ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കാഞ്ചീപുരം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഏകാംബരേശ്വര ക്ഷേത്രം. കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 23 ഏക്കറാണ്. 59 മീറ്റർ ഉയരമുള്ള ഇവിടുത്തെ ക്ഷേത്രഗോപുരം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ഗോപുരങ്ങളിലൊന്നാണ്. 1000 തൂണുകളുള്ള മണ്ഡപമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വിജയനഗര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. വളരെ മനോഹരമായ ഈ ക്ഷേത്രകുളത്തിനെ കമ്പേ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഒരിക്കൽ പാർവതീദേവി വേഗാവതി നദിക്കരയിലെ ഒരു മാവിൻചുവട്ടിലിരുന്ന് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. പാർവതീദേവിയുടെ ഭക്തിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ശിവൻ അഗ്നിദേവനെ അവിടേക്ക് അയക്കുന്നു. ദേവി അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു ഭഗവാൻ പാർവതീദേവിയുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്തു. പിന്നീട് ഭഗവാൻ ശിവൻ ഗംഗാദേവിയെയാണ് അവിടേക്ക് അയച്ചത്. പാർവതീദേവി തൻ്റെ സഹോദരിക്ക് തുല്യാണെന്ന് മനസ്സിലാക്കിയ ഗംഗാദേവി തപസ്സിന് വിഘാതം സൃഷ്ടിക്കാതെ മടങ്ങിപ്പോയി. പാർവതീദേവിക്ക് തന്നോടുള്ള ഭക്തിയുടെയും ആദരവിൻ്റെയും ആഴം മനസ്സിലാക്കിയ ശിവഭഗവാൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാവിൻ വൃക്ഷത്തിൽ നിന്ന് ജനിച്ച ദേവനാണ് ഏകാംബരേശ്വരൻ എന്നാണ് ഐതിഹ്യം. ദക്ഷിണ ഭാരതത്തിലെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിലൊന്നാണ് ഏകാംബരേശ്വര ക്ഷേത്രം. പാർവതീദേവിക്ക് പ്രത്യേകമായ ഒരു ശ്രീകോവിൽ ഇവിടെയില്ല. കാമാക്ഷി അമ്മൻ കോവിലിലെ ദേവി ഏകാംബരേശ്വരൻ്റെ അർദ്ധാംഗിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാഞ്ചീപുരത്തെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഏകാംബരേശ്വര ക്ഷേത്രം.